മിസ് ഡൗട്ട് ഇല്ല. ഡൗട്ട് ഇല്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ മിസ്. ഞാൻ പറഞ്ഞത് ഡൗട്ട് ഉള്ളവര് മാത്രം ഹാൻഡ് റൈസ് ബട്ടൺ കൊടുക്കാം. എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, അലീന ഡൗട്ട് ഉള്ളവരാണോ ഈ കൈ പൊക്കുന്നേ? വീണ്ടും അലീന അൺമ്യൂട്ട് ചെയ്യൂ. എന്താ എനിക്ക് ക്ലിയർ ആ. മോളുടെ സൗണ്ട് കുറവാണ്. പേജ് നമ്പർ പറയൂ. ഏത് പേജിലെ ക്വസ്റ്റ്യനാ പറയുന്നേ? 60. ആ, സജസ്റ്റ് എനി 2 ways in which wind is useful to us. അതാണോ? ആ, അതെന്താണ് മനസ്സിലായില്ലേ? ബി വായിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഫോർ ഡ്രൈയിങ് ക്ലോത്ത്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ഫോർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ഇൻ വിൻഡ് മിൽസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും എഴുതാം, ഇത് തന്നെ എഴുതണം എന്നില്ല. ഫ്ലൈയിങ് കൈറ്റ്സ് ഉണ്ടായിരുന്നു, ക്ലൗഡ്സിനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുറെ 4-5 എണ്ണം പഠിച്ചില്ലേ? ഏത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഞാൻ എഴുതിയിരിക്കുന്നത് ഫോർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ഇൻ വിൻഡ് മിൽസ് എന്നാണ്. ഓക്കെ, എനിവൺ എൽസ്? ആൽഫിയക്ക് ഡൗട്ട് ഇല്ലെങ്കിൽ ഹാൻഡ് ലോവർ ചെയ്യൂ. അലീന ഓൾസോ ഹാൻഡ് ലോവർ. ആൽഫിയ ഹാൻഡ് ലോവർ കൊടുക്കും മോളെ. മിസ് ഡൗട്ട് ഉണ്ട്. ചോദിക്കൂ. അതില്ലേ, ലിസ്റ്റ് എനി 5 ways in which air is useful. അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ ആ പേജിലേക്ക് എത്തിയില്ലല്ലോ. ഞാനിപ്പോ ചോദിക്കുന്നത് 59ഉം 60 മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ പേജ് നമ്പർ 61 ഫസ്റ്റ് പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ എഴുതിയ ആൻസറും പിക്ചറും കണ്ടിട്ട് മനസ്സിലായോ? പേജ് നമ്പർ 61ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷൈൻ എ ടോർച്ച് ലൈറ്റ് ഇൻ എ കംപ്ലീറ്റ്ലി ഡാർക്ക് റൂം. Focus the light on one spot. What do you see? What are the particles you see known as? നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എനിവൺ? ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? യെസ്, ദേവനന്ദ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. നോ, ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുക. നമ്മൾക്ക് എയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് നമ്മൾ ഇതിപ്പോ ഈ ചെയ്ത് നോക്കുക. ഈ ഇരുട്ടുള്ള റൂമിൽ പോയിട്ട് ടോർച്ച് അടിച്ച് നോക്കുക. അപ്പൊ ആ ടോർച്ചിന്റെ ലൈറ്റിൽ നമുക്ക് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറക്കുന്ന മാതിരി കാണാം. ഓക്കെ, സോ അതെന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ക്ലിയർ? ആൻസർ അതാണ് എഴുതിയിരിക്കുന്നത്. വി ക്യാൻ സീ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ ലൈറ്റ്. ഓക്കെ, ക്ലിയർ? അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു പ്ലാന്റ്സ് ഹെൽപ്പ് മെയിൻറ്റെയിൻ ദ കോമ്പോസിഷൻ ഓഫ് ഗ്യാസസ് ഇൻ ദ എയർ? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ്? ലെറ്റ് മീ സീ. നവനീത് ആൻസർ എഴുതിയായിരുന്നു മോനെ? നവനീത് ആൻസർ എഴുതിയോ? അൺമ്യൂട്ട്. ഇല്ല, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. മൈക്ക് ഓൺ ചെയ്യൂ. നോട്ട് എഴുതിയോ ഇല്ലയോ? ഷോമി ലൈക്ക് ദിസ് എഴുതി. എന്താണ് അൺമ്യൂട്ട് ആവുന്നില്ലേ? നോ, നോട്ട് എഴുതിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇടുന്ന മെസ്സേജസ് നിങ്ങൾക്ക് എല്ലാവർക്കും 7 ദിവസം വരെ അത് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ഫോണിൽ നിന്ന് പോകും. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഇടുന്ന നോട്ടുകൾ എഴുതി എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. ക്ലിയർ? മനസ്സിലായോ? യെസ്. ഓക്കെ, കൃഷ്ണദേവ് ഒന്ന് വായിച്ചേ മോനെ.
സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയത്? എഴുതിയിട്ടില്ല. എന്താ എഴുതാഞ്ഞേ? മ്യൂട്ട് ചെയ്യൂ, എനിക്കൊന്നും ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല, മ്യൂട്ട് ചെയ്യൂ. ധ്യാൻ ദേവ് ഒന്ന് വായിച്ച മോനെ. മിസ് എഴുതിയിട്ടില്ല. എഴുതിയിട്ടില്ല. ആരാ എഴുതിയിട്ടുള്ളത്? ഓക്കെ, ദേവനന്ദ്. രണ്ടുപേരെ എഴുതിയിട്ടുള്ളോ ഈ കൂട്ടത്തില്? How we can keep our air clean? ഇതാരാ സംസാരിക്കുന്നത്? ദേവനന്ദ് വായിച്ച മോനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. Plants absorb the carbon dioxide, they release oxygen, and when plants dies, they release nitrogen into atmosphere. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? പ്ലാന്റ്സ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? എയറിലുള്ള കോമ്പോസിഷൻ ഓഫ് ഗ്യാസസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് പ്ലാന്റ്സ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ പ്ലാന്റ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, നമ്മളുടെ എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അല്ലെ? എല്ലാം ഉണ്ട്. സോ പ്ലാന്റ്സ് എന്ത് ചെയ്യും? പ്ലാന്റ്സ് നമ്മളുടെ എയറിലുള്ള ഈ ഗ്യാസസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ, അല്ലാതെ അതിന്റെ കറക്റ്റ് എമൗണ്ട് ഓഫ് ഗ്യാസസ് നിലനിർത്തുന്നതിന് പ്ലാന്റ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? അവർക്ക് ഫുഡ് പാകം ചെയ്യാൻ വേണ്ടി ദേ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ, ഫ്രം ദ എയർ. ഓക്കെ, ഫ്രം ദ എയർ എന്ന് മനസ്സിലാക്കിയാൽ മതി, അറ്റ്മോസ്ഫിയർ അല്ല, ഫ്രം ദ എയർ. ഓക്കെ, സോ ഫ്രം ദ എയർ ദേ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ടു കുക്ക് ഫുഡ്. ഓക്കെ, പിന്നെ അവര് റിലീസ് പുറത്തോട്ട് വിടുന്ന എന്താണ്? ദേ റിലീസ് ഓക്സിജൻ. പിന്നെ പ്ലാന്റ്സ് ഡീകേ ആയിട്ട്, പ്ലാന്റ്സ് നശിച്ചു പോകുമ്പോൾ അത് മണ്ണിലേക്ക് വീഴും. ആരാണ്? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മൈക്ക് അൺമ്യൂട്ട് ചെയ്യരുതെന്ന്? പ്ലാന്റ്സ് ചത്ത് വീഴുന്നത് മണ്ണിലേക്കാണ്, അല്ലെ? നശിച്ച് പ്ലാന്റ്സ് ചീത്തയാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ അതിന്റെ ആയുസ് കഴിഞ്ഞു, അപ്പോൾ അത് മണ്ണിലേക്ക് ഉണങ്ങി വീഴും, അല്ലെങ്കിൽ അഴുകി വീഴും. ഓക്കെ, സോ മണ്ണിൽ വീണ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു അതിൽ നിന്ന് നൈട്രജൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മണ്ണിലേക്ക് നൈട്രജൻ റിലീസ് ചെയ്യുന്നു, കുറച്ച് നൈട്രജൻ എയറിലേക്ക് പോകും. സോ പ്ലാന്റ്സ് ഇങ്ങനെയാണ് അവര് എയറിലുള്ള ഗ്യാസസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അവര് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നു, ഓക്സിജനെ റിലീസ് ചെയ്യുന്നു, പ്ലാന്റ്സ് ചത്തു വീഴുമ്പോൾ അതിൽ നിന്ന് നൈട്രജൻ റിലീസ് ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് ക്വസ്റ്റ്യൻ. ഹൗ ഡു plants help to maintain the composition of gases? Okay, then third question endana? Change the underlined words to correct the sentence. Air contains many big alla small living organisms, small living things called germs. Okay, underline ചെയ്തിരിക്കുന്ന വേർഡിന്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് വെച്ച് ആ സെന്റൻസ് റീപ്ലേസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ആർ ദ കോമ്പണന്റ്സ് ഓഫ് എൻവയറോൺമെന്റ് അല്ല, എയർ ആണ്. ദീസ് ആർ ദ കോമ്പണന്റ്സ് ഓഫ് എയർ. ദെൻ എയർ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് നൈട്രജൻ ഫോളോഡ് ബൈ കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് അല്ല, ഓക്സിജൻ ആണ്. ഏറ്റവും കൂടുതൽ നൈട്രജൻ, അതിനുശേഷം ഏതാ വരുന്നത്? ഓക്സിജൻ ആണ്. ഓക്കെ, സോ അത്രയും മനസ്സിലായല്ലോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ദെൻ മൂവിങ് ഓൺ ടു page number 64. 64 first question, list any 5 ways in which air is useful. ഞാൻ ഇന്നലെ അത് വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി അതിന്റെ നോട്ട് നിങ്ങൾക്ക് തന്നതാണ്. അത് നോക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഓൾറെഡി ഞാൻ പോയിന്റ് ആയിട്ട് നോട്ട് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കി നിങ്ങൾ ഏതെങ്കിലും 5 എണ്ണം എഴുതുക. ഓക്കെ, then place some loose sheets of paper under a rotating fan. What happens to the sheets?
does this activity tell you about another interesting property of air? So ഒരു ഫാനിന്റെ കീഴില് നമ്മള് കുറച്ച് പേപ്പർ കഷ്ണം ഇട്ടിട്ട് ഫാൻ ഓൺ ചെയ്താൽ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ഫ്ലൈ ഓഫ്, അല്ലെ? പറന്നു പോകും. യെസ് ഓർ നോ? യെസ്. സോ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? എയർ ഹാസ് ദ കപ്പാസിറ്റി ടു മൂവ്. ഓക്കെ, സോ ഇറ്റ് പ്രൂവ്സ് ദാറ്റ് എയർ ക്യാൻ മൂവ്. എയറിനെ മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ പ്രൂവ് ആവുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ യു ക്യാൻ റേസ് ദ ഹാൻഡ്. ക്വസ്റ്റ്യനും ആൻസറും ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ. Then true or false? Moving air is required for drying clothes and flying kites. That is true. The carbon dioxide present in air supports burning. That is false ആണ്. Carbon dioxide അല്ല, oxygen ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. Air occupies space and has weight. True. Then plants use oxygen to prepare food. Plants oxygen അല്ല യൂസ് ചെയ്യുന്നത്. It uses carbon dioxide to prepare food. Okay. Yes, next ഇത്രയാണ് ഞാൻ ഇട്ടത് ഇന്നലെ ഗ്രൂപ്പില്. Then page number 66. 66 എടുത്തേ. What will happen if a cup of water is kept in the open for a week? Why does this happen? Question ഒന്ന് എല്ലാരും വായിച്ചു നോക്കിക്കേ. What will happen if a cup of water is kept in open for a week? എല്ലാരും വായിച്ചു നോക്കി ക്വസ്റ്റ്യൻ എന്താന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തേ. Why does this happen? ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ആൻസർ ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ യു ക്യാൻ റേസ് ദ ഹാൻഡ്. ഒരു പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലായില്ല, 2-3 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വായിക്കൂ, അപ്പൊ നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ പറയാൻ അറിയാവുന്നവർ യു ക്യാൻ റേസ് ദ ഹാൻഡ്. ട്രൈ ചെയ്യണ്ടേ? ഒരാള് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്, ദേവനന്ദ്. ബാക്കി ആർക്കും കിട്ടിയില്ല. റീഡ് ചെയ്യ, ഒരു 4-5 പ്രാവശ്യം റീഡ് ചെയ്തേ. ഒരു 4-5 പ്രാവശ്യം റീഡ് ചെയ്യാ. ആദിലക്ഷ്മിക്ക് കിട്ടിയോ? ആദിലക്ഷ്മിക്ക് ആൻസർ കിട്ടിയോ? ഒന്ന് ഹാൻഡ് അല്ല സോറി മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. ആൻസർ പറഞ്ഞേ കേക്കട്ടെ. പറഞ്ഞോളൂ. മോളെ എന്തിനാണ് ടെൻഷൻ? പറയൂ. കപ്പില് വെള്ളം നിറച്ചിട്ട് ഒരാഴ്ച വെയിലില് തുറന്നു വെക്കുക. എന്താ സംഭവിക്കുക? What will happen? വെള്ളം വറ്റിപ്പോവും. എന്തുകൊണ്ട്? റീസൺ എന്തുകൊണ്ടായിരിക്കും? വെയില് കാരണം. അവിടെ എന്താ സംഭവിക്കുന്നേ? എന്താ സംഭവിക്കുന്നത്? എനി ഐഡിയ? എനി ഐഡിയ? നോ ഐഡിയ. ഓക്കെ, ഇത്രയും പറഞ്ഞില്ലേ? ഓക്കെ, ഗുഡ്. ലെറ്റ് മീ ആസ്ക്. കുറെ പേര്. ദേവനന്ദ് മോനെ ഒരു ആൻസർ പറഞ്ഞതല്ലേ മോനെ? വേറെ ആൾക്ക് ചാൻസ് കൊടുക്കാം കേട്ടോ. അമീറ, ദേവനന്ദ് ഹാൻഡ് ഓവർ ചെയ്യൂ മോനെ. യെസ്, വേറെ ആൾക്ക് ചാൻസ് കേക്കട്ടെ. എന്താ, എന്തുകൊണ്ടായിരിക്കും? വൈ പറയൂ. വൈ? വെള്ളം വറ്റിപ്പോവും. എന്തുകൊണ്ട്? വെയിലത്ത് വെച്ചാൽ അത് നീരാവിയായിട്ട് പോകും. ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞേ. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്. വാട്ടർ വേപ്പർ ആയിട്ട് അത്. ഇതെവിടുത്തെ ഇംഗ്ലീഷാ? ഇതെവിടുത്തെ ഇംഗ്ലീഷാ? അമേരിക്കയിലെ ഇംഗ്ലീഷ് ആണോ? അമ്മ ഹെൽപ്പ് ചെയ്യണ്ട. മിസ്സിന് വേറെ പണിയൊന്നും ഇല്ലേ? എന്റെ ദൈവമേ. മുഹമ്മദ് ഫറാൻ. ഓക്കെ, മോള് മ്യൂട്ട് ചെയ്യൂ. അബ്സോർബ് എന്നാണോ ഉദ്ദേശിച്ചത്?
That will absorb the water. What will absorb the water? മലയാളത്തിൽ പറഞ്ഞ എന്താ ഉദ്ദേശിച്ചേ? അതായത് വണ്ടിയിൽ നിന്ന് പുറകിൽ കൂടെ പുക പോകുന്നു. എന്താണ്? ഏത് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് പറയുന്നത്? ഫറാൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിലെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനാ. അതിന്റെ എവിടെയാണ് വണ്ടി? വണ്ടി എവിടുന്ന് വന്നു? വെള്ളം കൊണ്ടുപോകുന്നു. എയർ വെള്ളത്തിന് നീരാവിയാക്കി വലിച്ചോണ്ട് പോകുന്നു. സൺലൈറ്റ്. എയർ വെള്ളത്തിനെ നീരാവിയായിട്ട് വലിച്ചുകൊണ്ട് പോവോ? ഒന്ന് രണ്ട് പേരോട് കൂടെ ചോദിക്കട്ടെ, രസമുള്ള മറുപടികൾ വരുന്നുണ്ട് അല്ലേ? അഹമ്മദ് ഫയസ്. ഓക്കെ, മുഹമ്മദ് ഫറാൻ മ്യൂട്ട് ചെയ്യൂട്ടോ. അഹമ്മദ് ഫയസ്. Water change into water vapor. Okay, very good. Okay, so what will happen if we keep open? വെയിലത്ത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മള് വെള്ളത്തിനെ തുറന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം തുറന്ന് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ദേവനന്ദന്റെ ആൻസർ കൂടെ കേട്ടെ. മോൻ എന്താ പറയാ ഉദ്ദേശിച്ചേ? The quantity of the water will be low because of water vapor. Of water vapor, because it will convert into water vapor എന്ന് പറയണം കേട്ടോ. ഓക്കെ, സോ ആ പ്രോസസ്സിന് ഒരു പേരുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വെള്ളത്തിനെ നമ്മൾ തുറന്ന് വെറുതെ ഒരു 10 ദിവസം അനക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിലുള്ള വെള്ളം ഉണ്ടാവില്ല. നമ്മളിപ്പോ അരപ്പാത്രം വെള്ളം വെച്ചിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ വെള്ളം ഉണ്ടാവില്ല. ഓക്കെ, സോ വാട്ട് ഈസ് ഹാപ്പനിങ് ദേർ? വാട്ടർ ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ വേപ്പർ. ഓക്കെ, വെള്ളം നീരാവിയായിട്ട് അല്ലെങ്കിൽ ആവിയായിട്ട് മാറുകയാണ്. ആ പ്രോസസ്സ് എന്നിട്ട് ആവിയായിട്ട് മാറിയിട്ട് എങ്ങോട്ട് പൊങ്ങി നമ്മളുടെ എയറുമായിട്ട് കൂടിച്ചേരുകയാണ് ചെയ്യുക. ഓക്കെ, സോ ആ പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ഇവാപ്പറേഷൻ എന്ന് വിളിക്കും. സോ വാട്ടർ വിൽ ഗെറ്റ് ഇവാപ്പറേറ്റഡ് എന്ന് പറയണം. ഓക്കെ, സോ അതർവൈസ് യു ക്യാൻ ടെൽ us വാട്ടർ വിൽ കൺവേർട്ട് ഇൻടു വാട്ടർ വേപ്പർ, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ വാട്ടർ വിൽ ഗെറ്റ് ഇവാപ്പറേറ്റഡ്. മനസ്സിലായല്ലോ? ഞാൻ ആൻസർ ഇട്ടോളാം കേട്ടോ. ഇന്ന് ഇട്ടോളാം, ഗ്രൂപ്പിൽ ഇട്ടോളാം. Then next question. Observe the picture. What do you see? How can this be prevented? Okay, Navneet, tell me answer. Air pollution കാരണം. എനിക്ക് ടീച്ചർ ഹാൻഡ് റൈസ് ചെയ്യുന്നത് വണ്ടിയിൽ പുക പോകുമ്പോ എയർ പൊല്യൂഷൻ കാരണം. ഓക്കെ, ടീച്ചറിനോട് ആൻസർ പറയാൻ വേണ്ടി ഹാൻഡ് റൈസ് ചെയ്യുന്നവരൊക്കെ മലയാളത്തിൽ ആൻസർ പറയാൻ ഹാൻഡ് റൈസ് ചെയ്യണ്ട. കേട്ടല്ലോ? ഓൺലി ഇംഗ്ലീഷ് ആൻസേഴ്സ്, ഓൺലി ഇൻ ഇംഗ്ലീഷ്. കേട്ടല്ലോ? ഓക്കെ, സോ what will happen? Observe the picture. What do you see? എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വണ്ടിന്ന് എന്താണ് വളരെ അധികം ഉയർന്ന അളവിലുള്ള പുക, പൊല്യൂട്ടഡ് എയർ, പൊല്യൂട്ടഡ് സ്മോക്ക് ഈസ് കമ്മിങ് ഔട്ട്, റൈറ്റ്? സോ then next എന്താണ്? How this can be prevented? So ഈ പൊല്യൂഷൻ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്മോക്ക് കാരണം what will happen? It will cause air pollution. So how can this be prevented? ഇത് എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുക? How we can prevent this one? Anyone else? സ്ഥിരമായിട്ട് കൈപൊക്കുന്ന 3-4 പേരുണ്ട്. ബാക്കി എല്ലാരും ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന എന്താ? How we can stop this? How we can prevent this? Anyone else? വേറെ ആരെങ്കിലും ഉണ്ടല്ലോ? ഇത്രയും കുട്ടികളുണ്ടല്ലോ ക്ലാസ്സില്. മാർവ, please unmute. Any idea? How we can prevent this? Question number 2. Text എടുത്തില്ലായിരുന്നു മോള്? Page number 66. Page number 66 ന്റെ how we can prevent this. അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. Air pollution, plant more trees,
വണ്ടിന്ന് പുക വരുന്ന കാര്യം ചോദിക്കുമ്പോ എന്താണ് ട്രീസിന്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. ദേവദർശൻ പറയൂ. Avoiding. ആ ദേവദർശൻ ഒരു മിനിറ്റ്. അവോയ്ഡിങ്. Avoiding smoke releasing vehicles. Avoiding smoke releasing vehicle. Okay, ദേവദർശൻ പറയൂ. മോളെ മ്യൂട്ട് ചെയ്യൂ. ദേവദർശൻ, please tell me. Proper pollution check of vehicle. Yes, very good. Proper pollution checkup of the vehicle. അതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് തിങ് നമുക്ക് ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ചെയ്യാം. അവോയ്ഡ് യൂസിങ് ബിഗ് വെഹിക്കിൾസ്. അത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ലേ. ഇപ്പൊ ബിഗ് വെഹിക്കിൾസ് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് നമുക്കിപ്പോ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വലിയ വണ്ടികളൊക്കെ യൂസ് ചെയ്തേ ഒക്കുള്ളൂ. സോ what we can do the proper pollution checkup of the vehicle. അപ്പൊ നമുക്ക് എന്താണ് ആ വണ്ടികളിൽ നിന്ന് പുറത്തു വരുന്ന പുകയിലുള്ള പൊല്യൂഷന്റെ അളവിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പൊല്യൂഷൻ ചെക്കപ്പ് ചെയ്യുമ്പോൾ എന്താണ് അതിലൊരു റേഞ്ച് വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് പൊല്യൂഷൻ എന്നാണ്. അപ്പൊ പിന്നെ വണ്ടിക്ക് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കണം. അത് കറക്റ്റ് ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ടും ഈ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന പുക നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതിനാണ് വണ്ടികളിലെ പൊല്യൂഷൻ ചെക്കപ്പ് പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ. Tick the correct outcome of each of the given activities. Okay, first question endana? Smoking in the open. What will happen? It will unclean the air. Smoke public places in the smoke ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? It will harm the air, അല്ലെങ്കിൽ it will pollute the air. Okay, next, burning waste in the garden. Burning ചെയ്താൽ എന്താണ്? Again it will pollute the air, unclean the air. Then smoke emitted by vehicles. What will happen? Again will unclean air. Then using bicycle or walking short distance. What will happen? It can clean the air. Okay, വണ്ടികളുടെ ഉപയോഗം കുറച്ചിട്ട് നടന്നു പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് we can clean the air. Then growing more plants. What will happen? We can clean the air. Clear? Yes. So ഇത്രയും കൂടെ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടോളാം. എല്ലാവരും അത് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, യെസ്. ഇനി നമുക്ക് ചാപ്റ്റർ നമ്പർ 8 ആണ് ചെയ്യാനുള്ളത്. ചാപ്റ്റർ നമ്പർ 8. ഇന്ന് ഈ ചാപ്റ്റർ നമ്മൾ എയർ പഠിച്ചു. ഇനി അടുത്ത നമ്മൾ വാട്ടർ ആണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം, കാരണം നമ്മുടെ ടൈം തീർന്നിട്ടുണ്ട്. വാട്ടർ ഈസ് വെരി പ്രഷ്യസ് അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളുടെ എർത്തിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മാക്സിമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ എർത്ത് ഈസ് ഇൻ ബ്ലൂ കളർ അല്ലെ. മാക്സിമം ഏരിയ വിൽ സീ ഇൻ ബ്ലൂ കളർ. കണ്ടിട്ടുണ്ടല്ലോ എർത്തിന്റെ ഗ്ലോബ്? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗ്ലോബ് കണ്ടിട്ടുണ്ടോ? ഗ്ലോബ്. ഓക്കെ, സോ ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം majority of the area we can see as in blue color. Okay, so that is why it is called a blue planet എന്ന് വിളിക്കും. എർത്തിനെ blue planet എന്ന് വിളിക്കും. Why it is called blue planet? Because earth contain majority of the area of earth is water. Okay, almost 70% of earth contains water. ഓക്കെ, വാട്ടർ നമ്മൾ മാപ്പിലോ അല്ലെങ്കിൽ ഗ്ലോബിലോ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ്? ബ്ലൂ കളറിലാണ്. ഓക്കെ, സോ വെള്ളത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബ്ലൂ കളറാണ്. അപ്പോൾ എർത്തിന്റെ 70% ബ്ലൂ കളറിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ. മെജോറിറ്റി ഓഫ് ദ ഏരിയ ഇസ് കവേർഡ് വിത്ത് വാട്ടർ. ദാറ്റ് ഈസ് വൈ എർത്ത് ഈസ് കോൾഡ് വാട്ട്? ബ്ലൂ പ്ലാനറ്റ്. എർത്തിനെ നമ്മൾ ബ്ലൂ പ്ലാനറ്റ് എന്നും വിളിക്കും. സോ വാട്ടർ ഏതൊക്കെ ഫോമിൽ നമുക്ക് എർത്തിൽ കാണാൻ സാധിക്കും? നമുക്ക് ഓഷ്യൻസ് ഉണ്ട്, സീ ഉണ്ട്, റിവർ ഉണ്ട്, ലേക്ക് ഉണ്ട്, പോൺസ് ഉണ്ട്, സ്ട്രീംസ് ഉണ്ട്, പിന്നെ വെള്ളുണ്ട് അല്ലെ. ഇങ്ങനെ പല വിധത്തില് നമുക്ക് എർത്തിൽ നമുക്ക് വെള്ളം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ നമ്മളുടെ ഡെയിലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സോഴ്സസിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. നമ്മളുടെ വെള്ളത്തിന് നമുക്ക് ലോട്ട് ഓഫ് വാട്ടർ നമുക്ക് ഡെയിലി ആവശ്യമുണ്ട്. ഫോർ ഡ്രിങ്കിങ്ങിനും വാഷിംഗ്, കുക്കിംഗ്, അങ്ങനെ പല പല ആവശ്യങ്ങളുണ്ട്. നമുക്ക് ഡെയിലി നമുക്ക് വാട്ടർ വേണം. സോ
എന്താണ് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ അനുസരിച്ച് ഓരോരുത്തരും ഓരോരോ സോഴ്സസ്, ഓരോരോ വെള്ളത്തിന്റെ സ്രോതസ് വ്യത്യാസമായിരിക്കും. ചിലരുടെ വീട്ടിൽ കിണറുണ്ടാവും, ചിലര് എന്താണ് നമ്മളുടെ റിവറിന്റെ സൈഡിലായിരിക്കും താമസിക്കുന്നത്, അവർ റിവറിലെ വെള്ളമായിരിക്കും എടുക്കുന്നത്. അങ്ങനെ പല പല സോഴ്സസിൽ നിന്നാണ് ഓരോരുത്തരും അവരവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുന്നത്. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ വാട്ടറിന്റെ ഡിഫറെന്റ് സോഴ്സസിനെ പറ്റിയാണ് പഠിക്കുന്നത്, ഏതൊക്കെയാണ് വെള്ളത്തിന്റെ സോഴ്സുകൾ. ഓക്കെ, സോ നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചതേ ഉള്ളൂ, കാരണം നമ്മുടെ ടൈം തീർന്നു. സോ അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി എല്ലാവരും ഈ ചാപ്റ്റർ നമ്പറിന്റെ 7 ടെക്സ്റ്റ് എക്സസൈസിന്റെ നോട്ട് എല്ലാവരും ഫിനിഷ് ചെയ്യുക. പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ടാവും പിന്നെ. ഓക്കെ, സോ ട്രൈ ടു ഫിനിഷ് ഇറ്റ്. Okay then, thank you. Bye. See you in the next class.